പറു, എന്താ നിന്റെ അഭിപ്രായം? ഞാനെന്ത് പറയാനാ, ഞാൻ എന്തിനും റെഡി. പക്ഷെ എങ്ങനെ? ചിന്തിച്ചാലാണോ വഴി കിട്ടാത്ത? എന്ത് ചെയ്താലും വേണ്ടില്ല, അവളെ നമ്മുടെ റോയ്ച്ചനെ അകറ്റണം. അല്ലെങ്കിൽ നമ്മുടെ റോയ്ച്ചനെ നമുക്ക് നഷ്ടപ്പെടും. നമുക്കൊരു കൊട്ടേഷൻ കൊടുത്താലോ? കൊച്ചിയിലും കുറവൊന്നുമില്ലല്ലോ. പെണ്ണുങ്ങൾക്ക് ആരെയും കൊട്ടേഷൻ കൊടുക്കൂടാ? എത്ര സിനിമയിലും അതൊക്കെ ഉള്ളത്. ഈ നത്ത് പോലത്തെ പെണ്ണുങ്ങളെ കൊല്ലാൻ വേണ്ടിട്ട് വില്ലന്മാരൊക്കെ കൊട്ടേഷൻ കൊടുക്കുന്നത്. എടാ, അത് സിനിമയല്ലേ, നമുക്കതിന്റെ ആവശ്യമില്ല. അത് മാത്രമല്ല, അവളുടെ സിനിമ റോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് അവളുടെ ഇരിപ്പ്. ഏയ്, അത് ഡേഞ്ചറാ. അവളുടെ ഉന്നം കാശാണ്. മാത്രമല്ല, നമ്മളെല്ലാം ഭരിക്കാനുള്ള അവകാശവും അതനുവദിക്കാൻ പറ്റത്തില്ല. അതോടുകൂടി തീരും എല്ലാ സമാധാനവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവൾ ഇങ്ങോട്ട് കയറി ഉടക്കുന്ന ടൈപ്പാ. ഇനി അവൾ വരുമ്പോ നമ്മൾ അങ്ങോട്ട് കയറി ഉടക്കണം. അത് റോയിച്ചൻ കാണുകയും വേണം, അറ്റ്ലീസ്റ്റ് അറിയെങ്കിലും വേണം. അവൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും നമ്മൾ സഹിച്ച് അവളെ പ്രകോപിതയാക്കണം. എങ്ങനെയുണ്ട്? എടാ സണ്ണി, അവളെന്നെ എന്ത് വേണേലും ചെയ്താലും നമ്മുടെ റോയ്ച്ചൻ അവളൊന്നും ചെയ്യാൻ പാടില്ല. ഓ, എന്ത് പറഞ്ഞാലും അവനൊരു സിനിമ. നീ പറടാ. അതായത് അവൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും നമ്മൾ ശാന്തരായിരിക്കണം. എന്നിട്ട് നിങ്ങൾ കണ്ടോ എങ്ങനെയാ എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നതെന്ന്? അളിയാ, സമ്മതിച്ചു. നിന്റെ ബുദ്ധി അപാരം തന്നെ. അതിനെ ഞാൻ എന്റെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, അതെങ്ങനെ വർക്കൗട്ട് ആവുന്നത് കണ്ടോളാനല്ലേ പറഞ്ഞോളൂ. നീ പറഞ്ഞല്ലേ, അതിലെന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലേറ്റസ്റ്റ് അപ്ലോഡ്. നിങ്ങൾ പറഞ്ഞിട്ടില്ലടാ ഇംഗ്ലീഷ് പറയരുതെന്ന്. കുടി പിടി കുടിച്ചോ. പാവം ഓരോന്നോ പറ്റിപ്പോയതാ. പോട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശ്വാസം ഉണ്ടാ? ഇംഗ്ലീഷ് പറയുമ്പോ എന്താന്നറിയില്ല. പണ്ടാര ചുമ. ഇത്ര വൃത്തിയുള്ള കുട്ടീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആരാണത്? ഒറ്റ കുത്തു വെച്ചിട്ട് നിന്നെ പറ്റിയാ ഞാൻ പറഞ്ഞേ. ഓ, താങ്ക് യു. ഇന്ന് സുനില് വന്നില്ലേ? അവൻ ലീവിലാ. നിന്നെ കണ്ട് ഒരുപാട് ഈ തലമുറയ്ക്ക് പഠിക്കാൻ കേട്ടോ. പുതിയ തലമുറ മര്യാദക്ക് ജീവിച്ചു പോകുന്ന കണ്ടിട്ട് നിനക്ക് പിടിക്കുന്നില്ലല്ലേ? എന്നെ കണ്ട് പഠിച്ച എന്താ പുതിയ തലമുറയ്ക്ക് കുഴപ്പം? കുഴപ്പമുണ്ടാവാൻ ആ തലമുറ ഉണ്ടായിട്ട് വേണ്ടേ? നിന്നെ കണ്ടു പഠിച്ച എന്റെ പിറ്റെന്ത് തന്നെ ആ തലമുറ മുഴുവനായിട്ട് ചത്തൊടുങ്ങും. പിന്നെന്ത് പറ്റാ? പിന്നെന്താ, നിന്നെ കണ്ടാണോ പഠിക്കേണ്ടത്? അയ്യോ, അത് ചിലപ്പോ ലോകാവസാനം വരെ സംഭവിച്ചോളൂ. ഈയടാ, ഇവരെല്ലാത്തോടിക്കുന്ന മണ്ടത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാൻ ഒരു മണ്ടി. നമുക്ക് വിവരമുണ്ടല്ലോ, അത് മതി. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാ. നമ്മളിങ്ങനെ അടികൂടിയാ നേഹനെ പുറത്താക്കാൻ പറ്റുമോ? പിന്നെ ഇതിൽ ആരാണ് മണ്ടൻ ആരാണ് മണ്ടി എന്നുള്ള മത്സരത്തിന്റെ രണ്ടാം ഘട്ടം നേഹനെ പുറത്താക്കിയതിന് ശേഷം മതി എന്നാണ് ഈ എളിയ കലാകാരന്റെ അപേക്ഷ. ഈയ, ഒരു കലാകാരൻ വന്നിരിക്കുന്നു. നിന്നെ കലാകാരനെന്ന് വിളിച്ചാ ശരിക്കും കലാകാരനെ എന്തെന്ന് വിളിക്കൂടാ? നീ എന്ത് വേണേ പറഞ്ഞോ, പക്ഷെ എന്റെ പ്രോവിഡൻസിനെ കുറിച്ച് നീ ഒന്നും പറയരുത്. എന്ത് പ്രോവിഡൻസാ? ആ, എന്റെ പ്രോവിഡൻസ് എന്തായാലും തെറ്റ്. എടാ, പ്രോവിഡൻസ് എന്ന് പറഞ്ഞ പ്രവർത്തന മേഖല. എന്റെ ദൈവമേ, ഞാൻ എന്തായി കേക്കുന്നേ? എന്റെ കർത്താവേ, ഈ കുഞ്ഞിന് ഇച്ചിരി കൂടി വിവരം നൽകണമേ. ഇപ്പൊ ഇതിലെന്താ തെറ്റുള്ളത്? പറ. രണ്ടുപേരും കൂടെ ഭയങ്കര ചിരിയായിരുന്നല്ലോ. എടാ, പ്രൊവിഡൻസ് അല്ല, പ്രൊഫഷൻ. മനസ്സിലായ? പ്രൊഫഷൻ. ശരിയാവുന്നില്ല. നിന്റെ ഷാക്ക് എന്തെങ്കിലും പറ്റിയോ? വന്ന് രണ്ടുപേരും കൂറ വിറ്റുകളാണ് അടിക്കുന്നത്. വിറ്റെന്തെന്ന് ഞാൻ കാണിച്ചു. ഭയങ്കരം. ഇത് മുഴുവൻ വിറ്റ് കാണിക്കുമെന്നായിരിക്കും പറഞ്ഞത്. പോടാ, എന്റെ വിറ്റയായിട്ട് നീ ചിരിച്ച് കരയും. വെല്ലുവിളിയാണോ? 100%. എന്നാ കാണാം. ഡാനതെ, ഈ ഡാർക്ക് ചോക്ലേറ്റ് കണ്ടോ? നിന്റെ ഫേവറേറ്റ് ഡാർക്ക് ചോക്ലേറ്റ്. ഇതും ഫ്രഞ്ച് ഫ്രൈസും കോൾഡ് കോഫിയും ഒക്കെ നിനക്ക് തരാം. പകരം ഞാൻ എന്റെ ജീവൻ തട്ടെ. അയ്യേ, എനിക്കത് വേണ്ട. പകരം ടെൻഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞു തൊലക്കടി. പകരം അന്ന് ബെറ്റ് വെച്ചില്ലേ, അതിൽ 9 അടി ബാക്കിയില്ലേ, അതിൽ ഒരെണ്ണം കൊടുത്ത. ചതിച്ചി, വഞ്ചകി, നീ വേറെ എന്ത് കയറി പിടിച്ചിരുന്നെങ്കിലും ഞാൻ അവനെ ട്രാക്ക് മാറ്റിയെടുത്തേനെ. നീ എന്റെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചില്ലേടി. വലത്തോട്ട് മാറിക്കടാ. മാറി നിക്കാം. എങ്ങോട്ട് വേണോ മാറി നിക്കാം. നല്ല കവിള്. ഫ്രൈസ്, കോൾഡ് കോഫി, വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാ ഞാൻ ഈ ബെറ്റ് വെച്ചേ. അതിങ്ങനെ നിസ്സാര കാര്യത്തിനൊന്നും ഞാൻ കളയില്ല. തല്ലുമ്പോ അത് അതിൻ്റെതായ രീതിയിൽ ഞാൻ തല്ലു. പൊക്കോ. ഏത് നേരത്താണോ ഈ ബെറ്റ് വെക്കാൻ തോന്നിയത്? ഈശ്വര, ഭ്രാന്തന്റെ കയ്യിലാണല്ലോ തോക്ക് വെച്ചു കൊടുത്തത്.
ഈ ബെറ്റ് കഴിയുമ്പോ എന്റെ കരണം പൊളിയും. പോടാ പോടാ